നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി UDFന്റെ സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്നത് UDF അധികാരത്തിൽ വരുമെന്നും സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നും ആണ് പറഞ്ഞു വെക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക കാറും തയ്യാറാക്കി, അതുപോലെ തന്നെ CM1 എന്ന് പറയുന്ന ഒരു കാറ് റെഡിയാക്കിക്കൊണ്ട് അതിന്റെ മുൻപിൽ നിന്ന് ഫോട്ടോ വെച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ വൻപിച്ച പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്നം കാണാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടാൻ അല്പം പാടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ 9 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് എല്ലാം തന്നെ ജനങ്ങൾ ശക്തമായ മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 9 വർഷത്തിനിടയ്ക്ക് പിണറായി സർക്കാർ വന്നതിന്റെ ശേഷം ഉള്ള ഈ 9 വർഷത്തിനിടയ്ക്ക് ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസോ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളോ ആണ് ജയിച്ചിട്ടുള്ളത്. അത് പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിലും തുടർന്ന് വന്ന നിയമസഭയുടെ ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ശരി, അതെല്ലാം UDF ആയിരുന്നു ജയിച്ചു പോകുന്നിരുന്നത്. 2016 ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും 2021 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ശരി, എല്ലാം UDFോ ഇതര കക്ഷികളോ ആണ് ജയിച്ചു പോന്നിരുന്നത്. UDFന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ BJPക്ക് വോട്ട് മറിച്ച് ചെയ്യും, അല്ലെങ്കിൽ BJPയുടെ വോട്ട് കോൺഗ്രസിന് മേടിക്കും. അതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് വട്ടിയൂർക്കാവിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും അതൊക്കെ സംഭവിച്ചത് UDFന്റെ ഒരു വീഴ്ച കൊണ്ട് മാത്രമായിരുന്നു. ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് 2021 തുടർഭരണം LDFനെ ജനങ്ങളെ ഏൽപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള റിൻഡോ ജോസും അതുപോലെ തന്നെ LDFന്റെ പ്രതിനിധിയായി അരുൺകുമാറുമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. റിൻഡോ ജോസഫ് അതുപോലെ തന്നെ അവതാരകനും ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായും വ്യക്തമായിട്ടുമുള്ള ഒരു മറുപടിയാണ് സഖാവ് അരുൺകുമാർ അതിൽ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് LDF തുടർഭരണം വീണ്ടും കിട്ടും എന്നുള്ളതിനും വസ്തുതകൾ നിരത്തിയുള്ള ഒരു മറുപടി കൊടുക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ കാരണം, ജനഹിതം അറിഞ്ഞുകൊണ്ട് ഒരു ഭരണം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 900 വാഗ്ദാനങ്ങളായിരുന്നു 2021 അധികാരത്തിൽ വന്നപ്പോൾ LDF ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങൾ ഏകദേശം ഒരു 95% നിർമ്മാണ പ്രവർത്തികളും അല്ലെങ്കിൽ പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പോവുകയാണ്. 2026 ഇലക്ഷനെ നേരിടുമ്പോൾ ഈ 900 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം അതിനുപരിയായി ബാക്കി പ്രവർത്തനങ്ങൾ, അതായത് 900 പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് വേറെ പ്രവർത്തികളും ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ജനഹിതം അറിഞ്ഞുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ ജയിച്ചതോടുകൂടി UDF പ്രചരിപ്പിക്കുന്നത് LDFന് ഭരണം നഷ്ടപ്പെടുമെന്നും 2026 ഇലക്ഷനിൽ LDF വൻ പരാജയം ഏറ്റുവാങ്ങും എന്നുള്ളതാണ് അവരുടെ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വസ്തുതകൾ നിരത്തി അരുൺകുമാർ മറുപടി പറയുന്നത് നമുക്ക് കാണാം. ചിത്രപരമായി ഭരണ തുടർച്ച കിട്ടിയ സാഹചര്യം ഒക്കെ ഇവിടെയുണ്ട്. ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രതീതി മനസ്സിലാക്കുക, ഈ കേരളത്തിൽ കോൺഗ്രസിനുള്ള സീറ്റിന്റെ 3 ഇരട്ടിയാണ് CPMന്. 2016 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടിയത് 22, അതിന്റെ 3 ഇരട്ടിയാണ് CPMന് കിട്ടിയത്. അതേപോലെ 2011 നിങ്ങൾ 5 വർഷം ഭരിക്കുമ്പോഴും കോൺഗ്രസിന് കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതലായിരുന്നു CPMന്. 2006 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ 3 ഇരട്ടിയാണ് CPMന്. CPMും കോൺഗ്രസും ഒറ്റയ്ക്കെടുത്ത് നോക്കിയാൽ ഇത്ര വലിയ വ്യത്യാസമുണ്ട്. 60,000 വോട്ടിലധികം ജയിച്ച മണ്ഡലം, 50,000 വോട്ടിൽ ജയിച്ച മണ്ഡലം, 10,000 വോട്ടിലധികം ജയിച്ച നിരവധി മണ്ഡലങ്ങൾ
ഭൂരിപക്ഷം എടുത്ത് പരിശോധിച്ചാലും ഞങ്ങളുടെ 7 അയലക്കത്ത് പോലും നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത്. പിന്നെ നിങ്ങൾ സെഞ്ചുറി അടിക്കും സ്വപ്നം കണ്ടോളൂ. ആദ്യ ഓവറിൽ തന്നെ റൺഔട്ടായി മാറുന്ന ആളായി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് മാറും എന്നതിൽ സംശയമില്ല. ആ റൺഔട്ട് ആക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകരായിരിക്കും, ലീഗിന്റെ തന്നെ പ്രവർത്തകരായിരിക്കും, ഇടക്കാലത്ത് വീഴ്ത്തുന്നതും UDF തന്നെ പ്രവർത്തകരായിരിക്കും. ഇതെല്ലാം വരും കാലങ്ങളിൽ UDF കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം ശരിക്കും UDF നിന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു അഭിപ്രായം സ്വരൂപിച്ചോ അഭിപ്രായം പറഞ്ഞോ അത് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയം കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാൻ ഇനി ഒരു 8-9 മാസമേ ഉള്ളൂ. അതിനിടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്. അതുപോലെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച എല്ലാ രാഷ്ട്രീയത്തിലും, ഗവർണറുടെ വിഷയമാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന വിഷയമാണെങ്കിലും ഇതിലെല്ലാം ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് ഈ നാട്ടിൽ അംഗീകാരം കിട്ടുന്ന, സുപ്രീം കോടതിയിൽ നിന്ന് വരെ കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ കിട്ടുന്ന, ഉത്തരവ് കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇതാണ് അരുൺകുമാർ പറഞ്ഞ മറുപടി. നിങ്ങൾ റീല് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ വസ്തുതകൾക്ക് നിരക്കാത്ത രീതിയിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയോ എന്തൊക്കെ ചെയ്താലും ശരി, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടതുപക്ഷത്തിനുള്ള സ്വാധീനം അതൊരിക്കലും തകരാൻ പോകുന്നില്ല. അടുത്ത 2026-ലും തുടർഭരണം ഇടതുപക്ഷത്തിന് കിട്ടും എന്നുള്ളത് വസ്തുതകൾ നിരത്തി അരുൺകുമാർ പറഞ്ഞിരിക്കുകയാണ്.